ഫുള്ള് ലോണ് കയറും. അപ്പൊ ഒരു ലോൺ വേണ്ട, അത് നമുക്ക് നമ്പർ ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ വിലക്ക് സെഡ് മാനുവൽ 17 കിട്ടൂല. നമ്മൾ പിന്നെ വെല്ലുവിളിക്കുന്ന പ്രൈസ് ആണ്. വെല്ലുവിളിക്കുകയാണ്, കിട്ടൂല. ഇവിടുന്ന് ഏത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ പോണോ അല്ലെങ്കിൽ വേറെ എന്താ ചെറിയ ഗിഫ്റ്റ് ഒന്നല്ല, നമ്മൊരു വണ്ടിയാണ് കൊടുക്കുക. ഓക്കെ ഓക്കെ ടയോട്ടന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു 4-5 ലക്ഷം രൂപ കുറച്ചിട്ടുമുണ്ട്. അതും നമുക്ക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ 1 ലക്ഷം ഓരോ 5000-നും സർവീസ് ഉള്ള ധൈര്യപ്പെട്ട് നമുക്ക് ഇത്രയും സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. അപ്പൊ 12,95,000-ൽ 13.5 ലക്ഷം റുപ്യ ADV നമ്മൾ പുതിയ ഇൻഷുറൻസ് ഇപ്പൊ കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ട്രാക്ക് നെയിം വേണമെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊടുക്കാം. ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഫുൾ ലോൺ. ചെറിയ ബഡ്ജറ്റ് നോക്കണവർക്ക് പക്കാ വണ്ടിയാണ്. അതായത് ഒരു ഇന്നോവന്റെ ഒക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്റ്റ കൊണ്ടുപോകാം. ഫ്രണ്ട്സ്, നിങ്ങൾ നെട്ടിക്കൽ ബിരിയാണി ഒക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതിലാറെന്ന് നിങ്ങൾ നെട്ടാൻ വേണ്ടിയിട്ടുള്ള ടയോട്ടന്റെ നല്ല ക്രിസ്റ്റന്റെ ഒരു അടിപൊളി കളക്ഷനും അല്ല ഒരു അടിപൊളി കളക്ഷനുകളും എല്ലാ വേരിയൻസും ഓട്ടോമാറ്റിക് മാനുവല് പല കളർ ഓപ്ഷൻസും അവർ കമ്പനി പോയാൽ വരെ കിട്ടാത്ത അത്രയും ഓപ്ഷൻസുകളുടെ നല്ലൊരു കളക്ഷൻ ആയിട്ടാണ് നമ്മൾ മോട്ടോർവേയിൽ എത്തിയിട്ടുള്ളത്. നവാസ്കനാണ്. നവാസ്ക, നിങ്ങൾ നെട്ടിക്കുകയാണെന്ന് പറഞ്ഞു, എന്താണ് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ? നെട്ടിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നെട്ടിച്ച് കാണിച്ചു കൊടുക്കും നമ്മള്. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ നമുക്ക് നെട്ടിക്കോ നിങ്ങളെ അത്രയും നമുക്ക് ഇത്രയും ഇന്നോവ ക്രിസ്റ്റന്റെ കളക്ഷൻ നമുക്ക് വേറെ എവിടെയും പോയാൽ കിട്ടൂല. അത്രയും നല്ല കളക്ഷന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഓണിലൊക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഫുൾ ലോണിൽ കൊടുക്കാൻ നെട്ടിക്കണ വണ്ടി കേട്ടോ. അതായത് 2017 സെഡ് മാനുവല് 13,95,000 റുപ്യക്ക്. അപ്പൊ നിലവില് കേരള രജിസ്ട്രേഷൻ ആയ രണ്ടാമത്തെ ഓണർ നിലവിൽ നമ്മൾ പുതിയ ഇൻഷുറൻസും കെട്ടിക്കൊടുക്കും. 16 ലക്ഷം റുപ്യ ADV ഇൻഷുറൻസ് കെട്ടിയെടുത്ത് 13,95,000 റുപ്യ കൊടുക്കും. അപ്പൊ അതാണ് അത്യാവശ്യം നല്ല കിടിലം വണ്ടിയാണ്. നല്ലൊരു ഓഫർ റേറ്റിനാണ് തരാൻ പോകുന്നത്. ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഇത് ഡിസംബർ ആണ്, വേറെ എന്തൊക്കെ ഓഫറിങ് കൊടുക്കാൻ പറ്റും? ഡിസംബർ ആണ്, ക്രിസ്മസ് വരാൻ പോവാണ്, ന്യൂ ഇയർ വരാൻ പോവാണ്. ഇതിന്റെ കൂടെ എന്ത് ചെയ്യാം, ഇവിടുന്ന് ഏത് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ടാങ്ക് ഡീസലും കൊടുക്കും. അപ്പൊ അത് ഇതിന്റെ കൂടെ നമ്മൾ സ്പെഷ്യൽ ഓഫർ ആണ്. വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡീസൽ അടിക്കേണ്ട ആവശ്യമില്ല. ഫുൾ ടാങ്ക് അടിച്ചാൽ നേരെ തിരുവനന്തപുരത്ത് എത്താൻ, എന്തായാലും ഫുൾ ടാങ്ക് അടിച്ചാൽ തിരുവനന്തപുരത്തും. നമുക്ക് ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആള് വരുന്നുണ്ട്. പിന്നെ പുറത്തുള്ള ആളുകളും വരുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് അത്യാവശ്യം ഒരു ഫുൾ ടാങ്ക് ഫ്യൂലും കൂടി ഇതിന് മാക്സിമം പ്രൈസ് ഓഫറും ഉണ്ട്, മാക്സിമം ഫിനാൻസ് ഓഫറും ഉണ്ട്. ഇത് ശരിക്കും ഒരു ട്രാക്ക് ലോണിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ള് ലോണ് കയറും. അപ്പൊ ഒരു ലോൺ വേണ്ട, അത് നമുക്ക് നമ്പർ ആയിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി ഞാൻ പറഞ്ഞുതരാം, ഈ വിലക്ക് സെഡ് മാനുവൽ 17 കിട്ടൂല. നമ്മൾ പിന്നെ വെല്ലുവിളിക്കുന്ന പ്രൈസ് ആണ്. വെല്ലുവിളിക്കുകയാണ്, കിട്ടൂല. കിട്ടും, വല്ല ആക്സിഡന്റ് ഉള്ള വണ്ടിയോ അല്ലെ ഫ്ലഡ് ഉള്ള വണ്ടിയോ. ഇതൊരു ആക്സിഡന്റും ഫ്ലഡും കാര്യങ്ങളൊന്നുമില്ല, പക്ക നമ്മൾ ഇയറിന്റെ ഓഫറാണ്. പൊട്ടിച്ച് പൊട്ടിച്ച്. അതെ. അപ്പൊ നമ്മൾ മോട്ടോർവേന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങള്, അതായത് പാലക്കാട് കോഴിക്കോട് ഹൈവേയില് മലപ്പുറം കഴിഞ്ഞാല് പൂക്കോട്ടൂര് ചീനിക്കല്. പിന്നെ ഞാനിവിടെ എപ്പോഴും പറയലുണ്ട്, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ഗൂഗിളിൽ മോട്ടോർവേ എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങാം. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് പ്രൈസ് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ ഇതിന്റെ സെഡ് മാനുവൽ ആണ്, അതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. മാനുവലിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സെഡ് തന്നെയാണ് ഏറ്റവും വലുത്, അതിന്റെ മേലേക്ക് ഇനി ഇല്ല വണ്ടി. കമ്പനി ഫുൾ ഫിറ്റിംഗ്സ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡ് ആണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, ആൻഡ്രസ്റ്റ്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എയർ ബാഗ്സ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ടൈപ്പ് 3 മോഡലിലേക്ക് കൺവേർട്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു വാസ്ക? ഇത് 1,98,000 കിലോമീറ്റർ. യെസ്. അപ്പോൾ 2,10,000 പക്ക സർവീസ് ഉള്ള വണ്ടി. നമുക്ക് സർവീസ് ഫുൾ സർവീസ് ഉള്ള വണ്ടി. മോഡൽ പറഞ്ഞ 2017 അല്ല, അതായത് ഇയർ ഓഫ് ദി മാനുഫാക്ചർ 2017 വണ്ടി. സെക്കൻഡ് ഓണർ. നിലവില് ഇൻഷുറൻസ് 16 ലക്ഷം റുപ്യ ADV നമ്മൾ ഇൻഷുറൻസ് കെട്ടിക്കൊടുക്കും. നമ്മൾ കൊടുക്കുന്ന വില 13,95,000 രൂപ പ്ലസ് ഫുൾ ടാങ്ക് ഡീസൽ. അപ്പൊ ഗംഭീര ഓഫർ ആണ്. അത് നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ വണ്ടി കൊണ്ടുപോകും. ഈ ഓഫർ ഇടുന്ന വണ്ടിക്ക് പിന്നെ അതിൽ ഒരുപാട് കുറച്ച് തരുമെന്ന് ചോദിക്കാൻ പാടില്ല, എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കുറച്ച് തരും സന്തോഷത്തിന്. അപ്പൊ മാക്സിമം പൊട്ടിച്ചിട്ടുള്ള നെട്ടിക്കുന്ന പ്രൈസ് ആണ്. കൂടെ തന്നെ നമുക്ക് ഫുൾ ടാങ്ക് ഫ്യൂലും ഉണ്ട്. വന്ന് ഇഷ്ടപ്പെട്ട് കച്ചവടം നടക്കണ തോന്നുകയാണെങ്കിൽ ഇതിന് മാത്രമല്ല, ഫുൾ ടാങ്ക് ഇവിടുന്ന് ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും ഡിസംബർ 30, അതായത് ഡേറ്റ് കറക്റ്റ് പറയണം, ഡിസംബർ 30 വരെ, 2025 ഡിസംബർ 30 വരെ ഫുൾ ടാങ്ക് ഡീസൽ. അപ്പൊ 1-ാം തീയതി ഒന്നാ കിട്ടൂല, 1-ാം തീയതി കിട്ടൂല, 30 മുമ്പ് വരെ വന്നോണ്ടി. അടുത്ത ഇത് മാത്രമല്ല നിങ്ങള് അടുത്തൊരു അതേമാതിരി തന്നെ 2017 നിലവിലെ സെക്കൻഡ് ഓണർ വണ്ടി, 2,20,000 കിലോമീറ്ററുടെ വി വണ്ടി. അതായത് ഒന്നുകൂടെ ബഡ്ജറ്റ് ആയിരിക്കും. അതെ. ഇത് നമുക്ക് 13,95,000 റുപ്യക്ക് ഇതും കൊടുക്കാം. നമുക്ക് 13,95 17 വി വണ്ടി ആട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് മോഡൽ കൂടുതലാണ്,
അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് 2017 മോഡൽ വി ആണ്. ഇന്റീരിയർ സൈഡ് ഒക്കെ നോക്കി പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. നിലവിൽ നമുക്ക് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? നിലവിൽ സെക്കൻഡ് ഓണർ ഇതേ നിലവിൽ കേരള രജിസ്ട്രേഷൻ ആക്കിയുള്ള വില കേട്ടോ. അല്ലാതെ എന്ത് ചെയ്യാ നമ്പറുള്ള റേറ്റ് അല്ല. കേരളത്തിൽ നമ്പർ മാറ്റി പുതിയ ഇൻഷുറൻസ് കെട്ടി ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുള്ള വിലയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കും. പോളിസിയാ. നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും ഇതിന്? ഇതൊക്കെ ലോൺ ഇത് ഏകദേശം 12, 12.5, 13 ലോൺ കിട്ടും. ഇത് ഏകദേശം ഫുൾ ലോൺ തന്നെ പറയാം. ഫുൾ ലോൺ കിട്ടും. അപ്പൊ നമുക്ക് ഒത്തിരി കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇനി അടുത്ത ഓഫർ ഇനി ഇതാക്കണേ, ഇത് 18 വി. അപ്പൊ വൈറ്റ് കൂടുതലും ആളുകൾ ഇനി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് വൈറ്റ് നല്ലൊരു ഓഫർ. 1,80,000 കിലോമീറ്റർ നിലവിൽ സെക്കൻഡ് ഓണർ വണ്ടി. സീറോ ക്ലൈം അത്രയും നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നിങ്ങൾ ടയോട്ട സർവീസ് ഉള്ള വണ്ടി ആട്ടോ. അത്ര ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നും ചെയ്യിക്കാനില്ല. പിന്നെ നമുക്ക് ഫസ്റ്റത്തെ ഫ്യൂൽ ആണെങ്കിൽ ഫുൾ ടാങ്ക് ഫ്യൂൽ നമ്മൾ തരുന്നുണ്ട് അല്ലേ. സർവീസ് എല്ലാം പക്കായിട്ടുണ്ട്. അതേപോലെ നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുള്ള വണ്ടിയാണ്. നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 14,95,000. 14,95 മാക്സിമം പൊട്ടിച്ചുള്ള 95,000 എന്താന്ന് ചോദിക്കണ്ട. നേരത്തെ എന്താ ചോദിക്കാനുള്ള എന്താ ഈ 95,000ന്റെ പ്രത്യേകത? നമ്മളൊരു ഡ്രസ്സ് വാങ്ങണേ 999. അങ്ങനെ ഇതിപ്പോ 999 ഉടനെ കൊടുക്കാൻ പറ്റൂലല്ലോ 1 രൂപക്ക്. അതുകൊണ്ട് ഒരു 5,000 വെച്ച് പറഞ്ഞേ. ഞാൻ എന്നോട് പറഞ്ഞ ഈ വണ്ടികളൊന്നും ഈ വിലക്ക് കിട്ടൂല. അതാണ് നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ കിട്ടൂല. അത്രയും നമുക്ക് ഗ്യാരണ്ടിയും ക്വാളിറ്റിയും പറയാൻ പറ്റുന്ന വണ്ടികൾ. ക്വാളിറ്റി ഉണ്ടാവില്ല. ഇത് ക്വാളിറ്റി ഉണ്ട്, ബെസ്റ്റ് പ്രൈസും ആണ് നിങ്ങൾക്ക്. അത് നമുക്ക് സർവീസ് എല്ലാം ടയോട്ടന്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. 14,95 മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. എന്നാ ഒരു ഓഫറും കൂടി. വീണ്ടും വൈറ്റ് തന്നെയാണ്. 2024 Z ഓട്ടോമാറ്റിക്, സോറി 22 Z ഓട്ടോമാറ്റിക്, 22 ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. അപ്പൊ ഒറിജിനൽ കേരള സിംഗിൾ ഓണറും ആണ്. കൂടെ തന്നെ നമുക്ക് സെഡില് ഓട്ടോമാറ്റിക് കൂടിയാണ് അല്ലേ? അതെ, Z ഓട്ടോമാറ്റിക് ഞാനോട് പറഞ്ഞില്ലേ. Z ഓട്ടോമാറ്റിക് നമുക്ക് എന്താ പറയാ, ഒരുപാട് പൈസ വിചാരിച്ച് നമുക്ക് പുതിയ വേണമെന്ന് വെച്ചാൽ വണ്ടി കിട്ടൂല. കമ്പനി നിർത്തിയിട്ടുണ്ട്. മാർക്കറ്റ് കൂടുതലുമാണ്. മനസ്സിലായോ? പൊതുവെ ഓട്ടോമാറ്റിക് എല്ലാവരും ഇപ്പൊ ക്രിസ്റ്റയില് എൻക്വയറി ചെയ്യുന്നത് പൊതുവെ ഉള്ളത് ഓട്ടോമാറ്റിക് ആണ്. കൂടെ തന്നെ നമുക്ക് സെഡ് ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്. അതും ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി, 1 lakh കിലോമീറ്റർ, പക്ക 5 സർവീസ് ഉള്ള വണ്ടി. അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടിയിൽ ധൈര്യപ്പെട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനം. 2.5 ലക്ഷം രൂപേന്റെ ക്ലെയിം ഉണ്ട് വണ്ടിക്ക്. ക്ലെയിം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് അറിയാലോ. അതായത് പമ്പർമാര് വരെ വന്ന സർവീസിന് വന്ന ചോദിക്കും, സാറേ ഒരു 1000 രൂപ അടച്ച് അത് മാറ്റി തരട്ടെ, മാറ്റിക്കോന്ന് പറയും. അങ്ങനെ 3 ലക്ഷം രൂപേന്റെ ക്ലെയിം, 2.5 ലക്ഷം രൂപേന്റെ ക്ലെയിം ഉണ്ട് വണ്ടിമേ. പക്ക ഹിസ്റ്ററി കൊണ്ടുപോയി ടയോട്ടെ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിന് പ്രത്യേകതയുണ്ട്. 28, 29, 30 ലക്ഷം രൂപ ചോദിക്കണ വരെ ആൾക്കാരുണ്ട്. നമുക്ക് 24.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഇനി എന്തെങ്കിലും കുറച്ചും കൊടുക്കാം. അപ്പൊ അതാണ് നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്കാൾ ഒരു 4-5 ലക്ഷം രൂപ കുറച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ 1 ലക്ഷം ഓരോ 5,000-നും സർവീസ് ഉള്ള ധൈര്യപ്പെട്ട് നമുക്ക് ഇത്രയും സർവീസ് ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. പിന്നെ അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു 4 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടീനിത് സംഭവം ടോക്കണായിട്ട് ലോണിന് കൊടുത്തു. ബാക്കിയുള്ളവരൊക്കെ ഈ നമ്മളൊരു ഓഫർ ഇടുമ്പോൾ ഒരു 4-5 ദിവസമൊക്കെ വിളിക്കുള്ളൂ മാക്സിമം. അതായത് ആ ഓഫർ 4-5 ദിവസം അടിച്ച് കയറും. എനിക്കറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അത് 4-5 ദിവസം അടിച്ച് കയറി ഫസ്റ്റ് അനത് ടോക്കണായി, ഇവർക്ക് ലോണ് ശരിയായില്ല. അപ്പൊ നമ്മൾ വിളിച്ചവരോടൊക്കെ പറഞ്ഞത് ഇത് സോൾഡ് ആയി എന്നുള്ളത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇത് രണ്ടാമത് നമ്മള് ആരെങ്കിലും ഇത് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു 2-3 ഓഫർ വണ്ടികളുണ്ട്. ഇനിയിപ്പോ ഞങ്ങളൊരു പുതിയ നിയമം പാസ്സാക്കുകയാണ്. അതായത് ലോണ് നോക്കി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങൾ അഡ്വാൻസ് വാങ്ങണുള്ളൂ ഓഫർ വണ്ടിക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓഫർ വണ്ടിക്ക് അഡ്വാൻസ് ആണ് വാങ്ങും, ഇവര് ലോണിന് കൊടുക്കും, ലോൺ ആവൂല. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ബാക്കിയുള്ളവരോടൊക്കെ നമ്മൾ പറയും കൊടുത്തു. പല ആൾക്കാരും പറയണം എന്താ വെച്ചാല് നിങ്ങൾ വെറുതെ ഓഫർ ഇട്ടാണ്, നിങ്ങൾ കൊടുക്കണില്ല. ഞങ്ങൾ ഓഫർ ഇട്ട വണ്ടികളൊക്കെ ഞങ്ങൾ സോൾഡ് ആക്കിയിട്ടുണ്ട്, ഞങ്ങളെ പേജിൽ ഇട്ടിട്ടുണ്ട്. ഡെലിവറി വീഡിയോ നമ്മൾ അതിൽ കൊടുക്കാറുണ്ടല്ലോ, പിന്നെ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് ഓഫർ റേറ്റ്, ഇതിന്റെ റേറ്റ് നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ 24 ലക്ഷം രൂപ. 24 ലക്ഷം രൂപ ലോൺ ആണ്. 20-22 ഒക്കെ കിട്ടും. 20 അബോ ഒക്കെ ആണെങ്കിൽ ഒരു IT ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് 20 അബോ ഒക്കെ ലോൺ കിട്ടുള്ളൂ. മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ചെയ്യാൻ പറ്റൂല. അടുത്ത നമുക്ക് ഇനി ഒരു നമുക്ക് ഇവിടെ ഒരു തലക്കെന്നട തുടങ്ങാം. അതായത് ഇത് നിലവിലുള്ള മൊത്തം
ഓട്ടോമാറ്റിക് ആണ്. Yes. G4 ഓട്ടോമാറ്റിക് ഉണ്ട്, സൈഡ് മൊത്തം Z ഓട്ടോമാറ്റിക് ഉണ്ട്. Z ഓട്ടോമാറ്റിക് 1 2 3 4 Z ഓട്ടോമാറ്റിക് ഉണ്ട്, 1 2 3 4 G4 ഓട്ടോമാറ്റിക് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്കൊരു വെറൈറ്റി കളർന്ന് തുടങ്ങാം അല്ലേ. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2017 സിംഗിൾ ഓണർ G4 ഓട്ടോമാറ്റിക്, G4 ഓട്ടോമാറ്റിക്, 1,20,000 കിലോമീറ്റർ, ഫുള്ള് പക്ക ഹിസ്റ്ററി ഉള്ള വണ്ടി. അപ്പൊ നമുക്ക് സീറോ ക്ലൈം കേട്ടോ, സീറോ ക്ലൈം കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. നല്ല ആഫ്റ്റർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു വാഹനമാണ് ഒറിജിനൽ കേരള G4 ഓട്ടോമാറ്റിക്. അത് ഹിസ്റ്ററി എല്ലാം പക്കയാണല്ലോ വണ്ടി, ഹിസ്റ്ററി A to Z ഹിസ്റ്ററി. അത്ര നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. സിംഗിൾ ഓണർ വണ്ടി അല്ല, സിംഗിൾ ഓണർ വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു 16,70,000 റുപ്യ കൊടുക്കും, വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ. ഫുൾ ടാങ്ക് ഡീസൽ ഏകദേശം നമുക്ക് ന്യൂ ഇൻഷുറൻസ്. നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂ ഇൻഷുറൻസ് എന്ന് പറയാനുള്ള കാരണം, ഒരാളൊരു വണ്ടി എടുത്ത് ഒരു മാസം കൊണ്ട് രണ്ടാമത് ഇൻഷുറൻസ് എടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? 365 ദിവസത്തേക്ക് ഇൻഷുറൻസും കൊടുക്കുക. അപ്പൊ ഒന്നും ചെയ്യാനില്ല, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഫ്യൂൽ അടിച്ചങ്ങ് പോയാൽ മതി. ഫ്യൂൽ അടിക്കണ്ടോ? ഫുൾ ടാങ്ക് ഡീസൽ ഉണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള അടിക്കേണ്ടത്. അതെ, ഏകദേശം ഒരു 500 600 650 കിലോമീറ്റർ ഉള്ള ഡീസൽ നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പൊ നമുക്ക് ലോൺ ഇതിന് ഏകദേശം എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു 14 to 13 14 14 15 ഏകദേശം 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇറക്കാം. അപ്പൊ അതുകൊണ്ട് മാക്സിമം ലോൺ എടുക്കാതെ റെഡി ക്യാഷ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. അത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതെ, എല്ലാം ഇനി അങ്ങനെ ഉണ്ട്. ലോൺ എടുക്കണവർക്ക് താല്പര്യമുള്ള മാർക്കറ്റിന്റെ അവസ്ഥ ഒരു 90% ആളുകൾ ലോണിലാണ് എടുക്കട്ടെ, അതിന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അടുത്ത് നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്ലാക്കിൽ കുറേ റെയർ ആണ് വണ്ടി കിട്ടാൻ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് ബ്ലാക്കിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള Z ഓട്ടോമാറ്റിക് ആണ്. അതും ബ്ലാക്കില് ഇച്ചിരി റെയർ ആണ് നമുക്ക് വണ്ടി കിട്ടാനില്ല. എങ്ങനെയായിരുന്നു? നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു വാസ്ക? ഇത് 1 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് 1 ലക്ഷം കിലോമീറ്റർ. A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കയാണ്. ഹിസ്റ്ററി കറക്റ്റ് ആണ്. ഓക്കെ, എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? ഇത് നമുക്ക് 18,90,000 റുപ്യ കൊടുക്കാം. 18,90 കേട്ടോ, ഏറ്റവും ടോപ്പ്. സോറി 18.5 ലക്ഷം റുപ്യ കൊടുക്കാം. 18 വീണ്ടും നമുക്ക് ഫൈനൽ റേറ്റ് ഇല്ല, 18 ലക്ഷം റുപ്യ കൊടുക്കാം വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ. ഇതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്കറിയാലോ, നമ്മൾ ഏത് വണ്ടി കൊടുക്കുകയാണെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതായത് ക്ലെയിം ഉണ്ടെങ്കിൽ ക്ലെയിം ഉണ്ട് എന്ന് പറയും, ആക്സിഡന്റ് ഉണ്ട് ആക്സിഡന്റ് ഉണ്ട്. ഇതൊരു കസ്റ്റമറെ വണ്ടിയാണ്, ഇത് ചെറിയൊരു ആക്സിഡന്റ് സംഭവിച്ച വണ്ടിയാണ്. കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഇവിടെ ഒരു വണ്ടി ഒരു കസ്റ്റമർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ട് നമ്മൾ വണ്ടി കയറ്റുള്ളൂ. നമ്മൾ കണ്ടതാണ് ആക്സിഡന്റ് ഉള്ളത്, മനസ്സിലായത്? കസ്റ്റമർ അടുത്ത് ആയത് തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. മേജറായ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എടുക്കണ്ട, ഇല്ല, ഞങ്ങൾ ചെക്ക് ചെയ്താണ്, ഫുള്ള് ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പൊ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് വേണ്ട. ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുക്കും, നമ്മൾ ഇവിടുന്ന് ഒരാളെ വിട്ടുകൊടുക്കും ചെയ്യും. ഇവര് കൊണ്ടേക്കോട്ടെ, ടയോട്ടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോട്ടെ. വേണ്ട, ഇവരൊരു ഇപ്പോൾ നമ്മളൊരു 10 ലക്ഷം റുപ്യ ഒരു വണ്ടി കൊണ്ടേക്കോട്ടെ, ഒരു 15 ദിവസം ഒരു കൊണ്ടുനടന്നോട്ടെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങോട്ട് തിരിച്ചോണ്ട് ഏത് വണ്ടി ഇതേമാതിരി തന്നെ കേട്ടോ. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും. ഈ ഗ്യാരണ്ടി ഒന്നും ആരും കൊടുക്കൂല കേട്ടോ. കൊടുക്കും, ഞങ്ങൾ കൊടുക്കും. അതാണ് മോട്ടോർ മോട്ടോർ. അടുത്താണ് വീണ്ടും നമുക്ക് അടുത്തൊരു കളറാണ്. ശരിക്കും നമുക്ക് കമ്പനി പോയ ഒരേ സമയം ഇത്രയും കളർ ഓപ്ഷൻ കാണാൻ പറ്റൂല എന്നുള്ളതാണ്. കിട്ടും, ബ്രൗസറിൽ മാത്രം. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? ഇത് 2016 Z ഓട്ടോമാറ്റിക് 1,80,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർ വണ്ടി, ഫുൾ സർവീസ് ഉള്ള വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല കിടുവാണ് അല്ലെ, ഫുൾ സർവീസ് ഉള്ള വണ്ടി, ഫുൾ സർവീസ് കാര്യങ്ങളെല്ലാം പക്കയായിട്ടുള്ള വണ്ടി അല്ലെ. എങ്ങനെയായിരുന്നു നമുക്ക് ഇതിന് റേറ്റ്? എങ്ങനെയായിരുന്നു നവാസ്ക? ഇത് നമുക്ക് 16,45,000 റുപ്യ കൊടുക്കാം. 16,45 അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് അതർ സ്റ്റേറ്റ് ആണോ കേരള വണ്ടി? നമ്പർ ആയിട്ടുണ്ട്, നിലവില് നമ്പറൊക്കെ ആയിട്ടുണ്ട്. നമ്പർ ആയിട്ട് ഇപ്പൊ എത്ര രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും? 16,45 നമ്പർ ആയിട്ടുണ്ട്. KL-71 നമ്പർ ആയിട്ടുണ്ട് അല്ലെ. ഏകദേശം 1.5-2 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. അതേപോലെ തന്നെ സെയിം ഒരു ഗ്രേ ഫിനിഷിംഗ് വരുന്ന ഒരു വണ്ടിയാണ്. ഇത് നല്ല കിടിലം വണ്ടിയാണ്, കറക്റ്റ്. അതായത് സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി, നല്ല ഫാൻസി നമ്പറോട് കൂടിയ. നമുക്ക് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ നിർത്തിയിട്ടുണ്ട് അല്ലെ. അതെ, കംഫർട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല അടിപൊളി വണ്ടി. അതായത് നമ്മൾ അടി മുതൽ മുടി വരെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ സർവീസ് എടുത്ത വണ്ടിയാണ്. അപ്പൊ അത്രയും നമുക്ക് ഒരു ടെൻഷൻ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. Z ഓട്ടോമാറ്റിക് Z ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ വണ്ടി. 16 Z ഓട്ടോമാറ്റിക് 16 Z ഓട്ടോമാറ്റിക്. അതേപോലെ ആ ഒരു 16 സ്റ്റോക്ക് കണ്ടീഷൻ അതേപോലെ നിർത്തിയിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷൻ ആണ്, മറ്റേ ഒരു അൾട്രേഷൻ ഒന്നും വരുത്തിയിട്ടില്ല. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മേജറായിട്ട് ഒരു പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി തന്നെ കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം,
ഒരു ഓഫർ പ്രൈസിന് കൊടുക്കാം. ഓഫർ പ്രൈസ് എത്ര രൂപ കൊടുക്കാം? 16,80,000 രൂപ കൊടുക്കാം വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ. ഫുൾ ടാങ്ക് ഡീസൽ. അതായത് നമ്പർ ആയ വണ്ടിക്ക് നമ്മൾ 16 ഇതാ കസ്റ്റമർ വണ്ടി തന്നെയാണ്. ഇവര് 16,45 വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു 10-15 ഒക്കെ കുറയും. ഇതിമോ എല്ലാം കുറയില്ല. ഇത് നമ്മളെ വണ്ടി തന്നെയാണ്, നമ്മളിവിടെ വാങ്ങി വെച്ച വണ്ടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം, കേരള വണ്ടിയാണ്, ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് എന്ത് ചെയ്യാം, 16,80,000 രൂപ കൊടുക്കാം. അടുത്ത് നമ്മൾ പറഞ്ഞ വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു ഗ്രേ ഫിനിഷിംഗ് അല്ലേ? ഇത് നമുക്ക് ടൈപ്പ് 4 പിന്നെ ടൈപ്പ് 3ക്ക് ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നിട്ടുള്ള വണ്ടിയാണ് അല്ലേ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2018 G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. ഇതുവരെ നമ്മൾ Z ഓട്ടോമാറ്റിക്കുകളാണ് പരിചയപ്പെട്ട്. അപ്പൊ ഇനി അടുത്ത തവണ ഒരു G4 ഓട്ടോമാറ്റിക്. ഇന്റീരിയർ ഒക്കെ നോക്കി നിങ്ങൾ, ഒന്നും നമുക്ക് ചെയ്യിക്കാനില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഡീസൽ ആണെങ്കിൽ നമുക്ക് ഫുൾ ടാങ്ക് ഡീസലും തരും. സോ നമുക്ക് പുതിയ ഇൻഷുറൻസ്, ഫുൾ ടാങ്ക് ഡീസൽ, അതും നമുക്ക് പക്ക ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു അടിപൊളി വാഹനം. ഇതെങ്ങനെയായിരുന്നു നമസ്കാർ? ഇത് 2018 നിലവിൽ സെക്കൻഡ് ഓണർ ആയ വണ്ടി, റീ രജിസ്ട്രേഷൻ MH റീ ആയതാണ്. 1,60,000 കിലോമീറ്റർ, 5 കറക്റ്റ് സർവീസ് ഉള്ള 0 ക്ലെയിം ഉള്ള വണ്ടി. അപ്പൊ അതായത് നമുക്ക് പുറത്തത്തെ വണ്ടിയാണെങ്കിലും ഓരോ 5,000 സർവീസ്, പക്ക സർവീസിന് അത്ര നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അപ്പൊ പുറത്തുനിന്ന് വണ്ടി വന്ന വണ്ടിയാണെന്ന് വെച്ചിട്ട് നമുക്ക് സർവീസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും. ഇത് കമ്പനി വണ്ടിയാണ്. കമ്പനി വണ്ടി വരുമ്പോ എന്താ വെച്ചാൽ കമ്പനി കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യും. ഒരു വ്യക്തി കൊണ്ടുനടക്കുന്ന വണ്ടി ആവുമ്പോഴാണ് എന്ത് ചെയ്യുക, ചിലത് കമ്പനിയും ചെയ്യും, ചിലത് പുറത്തുനിന്ന് ചെയ്യും, ചിലത് കമ്പനിയും ചെയ്യും, ചിലത് പുറത്തുനിന്ന് ചെയ്യും. ഇത് കമ്പനിയുടെ വണ്ടിയാണ്, കറക്റ്റ് പക്ക സർവീസ് ഉള്ള വണ്ടിയാണ്. അതോടെ പ്രൈവറ്റ് ആയിട്ട് ഞാൻ കൂടെ പറഞ്ഞില്ല, ഈ വണ്ടിയൊക്കെ നമുക്ക് സാധാരണ റീ വണ്ടി ഒന്നും എല്ലാവരും ടയോട്ടയെ കൊണ്ട് ചെക്ക് ചെയ്യാൻ കൊടുക്കൂല. കാരണം ഇത് സർവീസ് ഉണ്ടാവില്ല ചില വണ്ടികളൊന്നും. നമ്മളെ ഓൾമോസ്റ്റ് വണ്ടികളും കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ടയോട്ടയെ കൊണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്താം. എത്ര രൂപ കൊടുക്കാം? ഹിസ്റ്ററി വേണമെങ്കിൽ നമ്മൾ എടുത്തും കൊടുക്കും. ഇത് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് എന്ത് ചെയ്യാം, 16,000 രൂപ കൊടുക്കാം. ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ 18 വണ്ടി 15,000 രൂപയ്ക്കുണ്ട്. വണ്ടി ക്വാളിറ്റിക്കാണ് വില, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്, 0 ക്ലെയിമാണ് വണ്ടിക്കുള്ളത്. അപ്പൊ അത്ര നമുക്ക് ഗ്യാരണ്ടിയിൽ, അപ്പൊ ഒരു കേരള വണ്ടിന്റെ അതേ ഗ്യാരണ്ടിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 16,000 രൂപ വിത്ത് ഫുൾ ടാങ്ക് 16,000 വിത്ത് ഫുൾ ടാങ്ക് ഡീസൽ വിത്ത് ന്യൂ ഇൻഷുറൻസ്. അടുത്താണ് വീണ്ടും നമുക്ക് സെയിം കളർ ഫിനിഷിംഗിൽ തന്നെ ഇതും അതേമാതിരി തന്നെ 18 G4 ഓട്ടോമാറ്റിക്. ഇത് കിലോമീറ്റർ 2,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ വണ്ടിനെ ഈ വണ്ടി നല്ല വണ്ടിയാട്ടോ. ഇത് 8 സീറ്റാണ്, ഇത് 7 സീറ്റാണ്, ബക്കറ്റ് സീറ്റും ആണ്, ഇത് 8 സീറ്റും ആണ്. ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ ഇവിടെ നമ്പർ ആക്കി പുതിയ ഇൻഷുറൻസ് കെട്ടിയിട്ട് നമുക്കൊരു 15,25,000 രൂപ കൊടുക്കാം. 15,25 നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 1 lakh rupeesന്റെ മാറ്റം. അത് അപ്പോൾ ഇത് ക്വാളിറ്റി കുറവെന്നല്ല പറഞ്ഞത്, ഇത് കിലോമീറ്റർ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇത് നമുക്ക് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. ഇതും പ്രോപ്പർ സർവീസ് തന്നെയാണ്, പക്ഷെ ചെറിയ മാറ്റങ്ങൾ വണ്ടിക്ക് ഉണ്ടാവും. അതിനുള്ള ഒരു ഡിഫറൻസ് മാത്രമേ, അതിനുള്ള റിഫറൻസ് ആണ്. ഇത് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. അതായത് വില പ്രശ്നമില്ല, 5-10 കൂടുതലായാലും കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി വണ്ടി വേണമെന്ന് ആഗ്രഹിക്കണമല്ലോ എന്ത് ചെയ്താൽ ധൈര്യമായിട്ട് ഈ വണ്ടി എടുക്കാം. ഇത് ക്രിസ്റ്റ വേണം, ക്വാളിറ്റി വേണം, പക്ഷെ ഇതിന്റെ അത്ര ക്വാളിറ്റി നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ക്വാളിറ്റി ഉണ്ട്, അതിനുള്ള 1,00,000 രൂപ മാറ്റം ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള മാറ്റം നമുക്ക് ചെയ്യാം എന്ന് കരുതി നമുക്ക് വയലിൽ നിൽക്കുക പ്രശ്നങ്ങളൊന്നും അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവിടെ പമ്പർ റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ കിലോമീറ്റർ കുറച്ച് കൂടുതലുണ്ടാവും, അല്ലാതെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഓരോ വണ്ടിക്ക് ഇപ്പൊ ഞാനോട് പറഞ്ഞ 16 Z ഓട്ടോമാറ്റിക് കേരള വണ്ടി, അത് പക്കാ ക്വാളിറ്റി വണ്ടിയാണ്. വണ്ടി എടുക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒന്നും ആലോചിക്കാനില്ല. നമുക്ക് ചാവി കൊടുക്കും, സെക്കൻഡ് ചാവി, സർവീസ് ബുക്ക്, അതിമ വന്ന സെക്കൻഡ് ചാവി ശരിക്കും ആ കവറിൽ കിടക്കും, എപ്പോഴും പൊട്ടിച്ചിട്ടില്ല. അത്രയും നമുക്ക് അത്രയും പക്ക വണ്ടി. അതാണ്. അടുത്താണ് വീണ്ടും നമുക്ക് ഇത് നമ്മൾ പറഞ്ഞു, ഓഫറിൽ പറഞ്ഞു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം. ഇത് നമുക്ക് 17 Z മാനുവൽ തന്നെ, Z മാനുവൽ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 14,95,000 രൂപ ഇതും കൊടുക്കാം. 14,95. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് 220 ഓടിയാണ്, ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. ടയോട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല, ബാക്കിയുള്ള വണ്ടിന്റെ മാരില്ല. സർവീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 5 ലക്ഷം 10 ലക്ഷം ഓടിയാലും ഒന്നും ആവില്ല. ഇതൊക്കെ ശരിക്കും അറിയുന്നവർക്ക് അറിയാം, മറ്റുള്ളവർ ഇത് കേൾക്കുമ്പോൾ അയ്യോ 2 ലക്ഷം എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ നമുക്ക് പൊതുവെ നോക്കുമ്പോൾ സെക്കൻഡ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പ്രീമിയം വെഹിക്കിൾസിനേക്കാളും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ടയോട്ട വെഹിക്കിൾസിലേക്കാണ്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ഏകദേശം നമ്മളൊരു 20 ക്രിസ്റ്റ അവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത്
ഒരു 6-7 വണ്ടി പുറത്ത് നിർത്തിക്കാണ്. കാരണം എന്താ, സെയിം മോഡൽ. ഓക്കെ. കാരണം നമുക്ക് ഇവിടെ നിർത്താനുള്ള സൗകര്യം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് പുറത്ത് വെച്ചേക്കാണ്. വരുന്നവർക്ക് എന്ത് ചെയ്യാം, 6-7 വണ്ടി കൂടി നമുക്ക് കൂട്ടി കാണിച്ചു കൊടുക്കാം. ഓക്കെ. ഇത് നമുക്ക് 18Z മാനുവൽ. ഇത് ക്രിസ്റ്റയിൽ കൂടുതലും ഒരു മുന്തിരി കളറിനോട് ആരാധകർ കുറച്ച് കൂടുതലാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കിട്ടുന്ന വണ്ടി വന്നിട്ടുണ്ട്. 18Z മാനുവൽ, 1,90,000 കിലോമീറ്റർ, പക്ക സർവീസ് ഉള്ള വണ്ടി. ഓക്കെ. അത്യാവശ്യം നമുക്ക് വേണ്ടതായ നിലവിലെ സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇവിടെ ഇപ്പൊ നമ്മൾ ഇവിടെ വണ്ടി നോക്കുന്നൊക്കെ ഏകദേശം സെക്കൻഡ് ഓണർ വണ്ടികളാണ്. ഓക്കെ. ഓക്കെ. കൂടുതൽ നമുക്ക് ഓണർഷിപ്പ് ആയിട്ടില്ല. ഇല്ല, ഓണർഷിപ്പ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന വണ്ടികളൊക്കെ ഓണർഷിപ്പ് വലിയൊരു ഘടകമാണ്. ഓണർഷിപ്പ് കൂടുതൽ ആയി കഴിഞ്ഞാൽ വണ്ടിക്ക് വില കുറച്ച് കിട്ടും. എനക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷെ ചില ആളുകൾക്ക് അത് അറിയില്ല. ഓക്കെ. അപ്പൊ എന്താ ചെയ്യും, ആൾക്കാരെന്താ ചെയ്യുക വെച്ചാൽ ഓണർഷിപ്പ് കൂടി കൊടുക്കും. അവിടെ വലിയ വില കുറവാണ്, എനിക്ക് വലിയ വില കുറച്ച് വണ്ടി കിട്ടി എന്നുള്ള രീതിയിൽ ആൾക്കാർ എന്ത് ചെയ്യും, വണ്ടി എടുക്കും. നാളെ മറ്റന്നാളെ നമുക്ക് ആ വണ്ടി കൊടുക്കേണ്ട ആവശ്യം വന്നാൽ ഏറ്റെടുക്കാൻ ആളെ കിട്ടൂല. ഏറ്റെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, എടുത്ത വണ്ടിന്റെ പകുതി വില പറയുള്ളൂ. അതാണ് ഓണർഷിപ്പ് കൂടിയ ആള്. അതാണ്. അപ്പൊ നിങ്ങൾ അറിവിലേക്ക് ആയിട്ടുള്ള ഒരു അറിവാണ് ഈ ഒരു മേഖലന്റെ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് എന്ത് ചെയ്യാം, 16.5 ലക്ഷം റുപ്യ കൊടുക്കാം. 16 ലക്ഷം രൂപയ്ക്ക്. അത് 18Z മാനുവൽ. Z മാനുവൽ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് നമുക്ക് ഒരു ഓഫർ പ്രൈസ്. അതായത് Z മാനുവലൊക്കെ വളരെ റെയർ ആട്ടോ സത്യത്തില്. Z മാനുവൽ കിട്ടില്ല. അതായത് G4 ഇഷ്ടം പോലെ കിട്ടാണ്ട്, വിയും കിട്ടാണ്ട്, Z മാനുവൽ കുറച്ച് റെയർ ആയിട്ട് ഇറങ്ങിയ വണ്ടിയാണ്. അങ്ങനെ ഒരു ഉണ്ട്, പക്ഷെ കുറവാണ്. അതായത് ആഫ്റ്റർ മാർക്കറ്റിൽ കുറവാണ് വണ്ടി. യൂസറിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ കുറെ വീഡിയോ ചെയ്യണല്ലേ, ആളുകൾ കുറെ വീഡിയോ കാണുവാണ്, പറയാൻ പറ്റും Z മാനുവൽ കിട്ടൂല, ഈ വിലക്കും കിട്ടൂല. അതാണ് നമ്മളെ പ്രൈസ്. അതെ. ഇത് 2017 G4 മാനുവൽ. ഓക്കെ. G4 മാനുവൽ. ഒന്നുകൂടെ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നവർക്ക് പറ്റും. കിലോമീറ്റർ ഇത് നമുക്ക് 1,70,75,000 കിലോമീറ്റർ, ഏകദേശം ഓൾമോസ്റ്റ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ബാക്കിൽ പ്രൊജക്ട് ലൈറ്റ് കാര്യങ്ങൾ ഫുള്ള് ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു Z-ന്റെ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 12,95,000 13.5 ലക്ഷം റുപ്യ ADV നമ്മൾ പുതിയ ഇൻഷുറൻസ് ഇപ്പൊ കെട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് ട്രാക്ക് വേണമെങ്കിൽ ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതാണ് ഫുൾ ലോൺ. ചെറിയ ബഡ്ജറ്റ് നോക്കണവർക്ക് പക്കാ വണ്ടിയാണ്. അതായത് ഒരു ഇന്നോവന്റെ ഒക്കെ ബഡ്ജറ്റ് ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു ക്രിസ്റ്റ കൊണ്ടുപോകാം, അതും ഫുൾ ലോൺ തന്നെ ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടി. അതാണ് നമുക്ക് ഏറ്റവും നല്ല. ഏത് ലെവലിൽ ക്രിസ്റ്റ നോക്കുന്നവർക്കും ഇവിടെ വാഹനം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളൊരു ഹൈലൈറ്റ്. അതിൽ നമുക്ക് എല്ലാ ഓപ്ഷൻസും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഓപ്ഷനും ഉണ്ട്. അതായത് നിലവിൽ ടയോട്ട ഇറക്കിയ എല്ലാ ഓപ്ഷനും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു വണ്ടിയല്ല, ഒന്നിൽ കൂടുതൽ വണ്ടികൾ ഒരേ മോഡലുകളുണ്ട്. അപ്പൊ 17, 18, 19 എല്ലാം 22 എല്ലാം ഉണ്ട് നമ്മളെടുത്ത്. ഓക്കെ. അപ്പൊ ഒരു ബഡ്ജറ്റിൽ ഒരു ക്രിസ്റ്റ എടുക്കാൻ ഉദ്ദേശങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന വണ്ടി ധൈര്യമായിട്ട് വന്നോളി. വണ്ടി പറ്റാതെ പോവില്ല, വിലകൊണ്ടും പറ്റാതെ പോവില്ല. മാക്സിമം എടുക്കാൻ വന്നവനാണെ എടുക്കും, നോക്കാൻ വന്നവനാണെങ്കിൽ നോക്കി പോയി ചോദിച്ചു. നോക്കാൻ വന്നവനാണെങ്കിലും ചിലപ്പോൾ എടുക്കും കേട്ടോ. അതാണ് ഹൈലൈറ്റ്. യെസ്. അപ്പൊ ഇതാണോ വീണ്ടും നമ്മൾ മുന്തിരി കളർ. ഇത് 2017 ഒറിജിനൽ കേരള. ഓക്കെ. നിലവിലെ സെക്കൻഡ് ഓണർ, 1,10,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ. 10 ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല കിടുവാണ്. വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. അതും ഒറിജിനൽ കേരള Z. ഇത് ഓട്ടോമാറ്റിക് അല്ല പറഞ്ഞത്? അല്ല, ഇത് G4 ഓട്ടോമാറ്റിക്. G4 മാനുവൽ. ഇത് നമുക്ക് 1.10 ഓട്ടം. ഇത് എത്ര രൂപയ്ക്ക് ചെയ്യാം? നമുക്ക് 14,40,000 റുപ്യ. 14,40. ഒറിജിനൽ കേരള വണ്ടി നോക്കുകയാണ്, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി നോക്കുകയാണ്, ഈ കളറൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഓടി വന്നോളി. ഓക്കെ. കാരണം ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് വരുന്ന കളറാണ്. ഡിമാൻഡ് പറഞ്ഞാൽ എല്ലാ കളറിനും ഡിമാൻഡ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പൊതുവേ കളർ ഇഷ്ടമല്ല, എനിക്ക് വൈറ്റിനോടാ താല്പര്യം. ചില ഇപ്പൊ നമ്മൾ ഇവിടെ ഒരാളുടെ മൂപ്പർക്ക് ബ്ലാക്കിനോടാ താല്പര്യം, എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കളറാണ്. ഓക്കെ. അത് നോക്കണ്ട, എനിക്ക് മനസ്സിലായി വണ്ടികളെ മൊത്തം വൈറ്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു? അടുത്ത് വീണ്ടും ഒരു വൈറ്റ്. ഇത് 2019 G4. ഇത് 3.19 G4. ഇത് 3.19 G4 അല്ല, G4 പ്ലസ്. കൺട്രോള് കമ്പനി അലവിൽ ഓൾറെഡി G4 വരും. അതായത് ഇൻബിൽഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 3 വണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരേ വിലക്ക് കൊടുക്കാം. ഒരേ വിലക്ക് 3 വണ്ടി കറക്റ്റ്. ഒരു വണ്ടി 90,000, ഒരു വണ്ടി 1,10,000, ഒരു വണ്ടി 1,30,000. സിംഗിൾ ഓണർ വണ്ടികൾ. അതായത് നിലവില് നമ്പർ ആകുമ്പോൾ ഇവിടെ സെക്കൻഡ് ഓണർ. നിലവിൽ നമ്മൾ NOC എടുത്തിട്ടുണ്ട്. NOC ഇവിടെ നമ്പർ ആക്കിയിട്ട് നമുക്ക് 14,90,000 റുപ്യക്ക് 3 വണ്ടിയും കൊടുക്കാം. 3 കൂടിയും 14,95 അല്ല ടൈം പറഞ്ഞു. ഓരോ വണ്ടി 14,95. ഓക്കെ. അപ്പൊ അതാണ് അതില് നമുക്കൊരു കളർ ഓപ്ഷൻസ് കൂടി ഉണ്ട്. 2 വൈറ്റും ഉണ്ട്. G4 മോഡൽ കൂടിയ 19 G4 പ്ലസ് കേട്ടോ. G4 പ്ലസ്. അതെ. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ കിലോമീറ്റർ കുറവാണ്. ജെനുവിൻ കിലോമീറ്റർ ആണ്, നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. ഇതിലൊക്കെ ഇനിയൊരു പ്രത്യേകത ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞതിന്റെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കണ്ട.
വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ പറഞ്ഞതിന്റെ മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, ബൈബാക്ക് ഗ്യാരണ്ടിയാണ്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ്, വെറും വാക്കല്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് വണ്ടി കൊണ്ടുപോയി എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഏകദേശം കസ്റ്റമറിനൊക്കെ അറിയാം. ഇവിടെ നമ്മളിപ്പോൾ ഏകദേശം ഒരുപാട് വണ്ടികൾ കൊടുത്തു. നമ്മൾ ഒരുപാട് വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ പീരീഡിൽ തന്നെ നമ്മൾ കൂടുതൽ ഡെലിവറി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നോട് തന്നെ ചോദിക്കും, അതായത് സ്ഥിരം ഇപ്പോൾ മോട്ടോർ വേയിലാണല്ലോ എന്നുള്ള ചോദ്യം വരെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. ക്വാളിറ്റിയാണ് നമ്മുടെ ഹൈലൈറ്റ്. എന്നാലോ നമുക്ക് നല്ല ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ക്വാളിറ്റി റീസണബിൾ പ്രൈസ് അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യവും നമ്മൾ തുറന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വാഹനങ്ങൾ തരിക എന്നുള്ളതാണ് ഇവരുടെ ഹൈലൈറ്റ്. അപ്പോൾ നമ്മള് ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെ ഗംഭീരമായ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓഫർ. അപ്പൊ നമ്മള് നെട്ടിക്കൽ ബിരിയാണി പോലെ തന്നെ നമ്മൾ നെട്ടിക്കൽ ഓഫറാണ് ഇത്തവണ നമ്മൾ എല്ലാവരും പറയും. നമ്മുടെ അടുത്ത് നമ്മളറിയാം, ചില കമന്റിലൊക്കെ പറയും പ്രൈസ് കൂടുതലാണ്, വില കൂടുതലാണ്, ചില വണ്ടികളൊക്കെ. പക്ഷെ വില കൂടുതലാന്ന് പറഞ്ഞാൽ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിക്കാണെങ്കിൽ 5-10 കൂടുതൽ കൊടുക്കേണ്ടി വരും. ക്വാളിറ്റി ഉള്ള കുറവുകൾ ഞങ്ങൾ ഇവിടെ വെക്കലില്ല. ഞങ്ങളുടെ അടുത്ത് ഇവിടെ വന്നിക്കാണ് നിങ്ങളെ വണ്ടി ക്വാളിറ്റി ഇല്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ ഫിറ്റിംഗ്സിനാണ് അത്യാവശ്യം നല്ല ഫിറ്റിംഗ്സ്, എല്ലാ ഫിറ്റിംഗും ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും ഫിറ്റിംഗ് താല്പര്യം ഇല്ലെങ്കിൽ അത് പറിച്ചിടാനേ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതാണ് നമുക്ക് ഒരു വണ്ടി എടുക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം വേണം എല്ലാ കാര്യങ്ങളും ആഡ് ഓൺ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അത് ക്വാളിറ്റി ഉണ്ട്. അതേപോലെ മിക്ക വാഹനവും നമുക്ക് കമ്പനി ടയോട്ട സർവീസ് ഹിസ്റ്ററിയുള്ള വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളൊരു കാര്യം കൂടി പറയണം, നമ്മൾ ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കുന്നത് 2025 ഡിസംബർ 30 വരെ. 31 ഉണ്ട് ഡിസംബറിൽ, 31 വരെ കൊടുക്കും. 31 ഡിസംബർ വരെ നമുക്ക്. അപ്പൊ 1-ാം തീയതി വന്നാൽ കിട്ടൂല എന്നുള്ളതാണ്. 26 കടന്നാല് ഇല്ല. അപ്പൊ 31 വരെയുള്ള ഓഫറാണ് നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ പൂക്കോട്ടിനടുത്തുള്ള ചീനിക്കല്ലാണ്. ഈവൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മോട്ടോർ വേ എന്ന് അടിച്ചാൽ തന്നെ നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഇവരുടെ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നവാസ് MK 7 എന്നുള്ള നമ്മളെ ഇൻസ്റ്റയുടെ പേജ് മോട്ടോർവേ MW എന്നുള്ള പേജും ഫോളോ ചെയ്തോളി. നല്ല നല്ല ഇന്ത്യൻ കൂടി പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ ഓൾറെഡി ആഡ് ആണല്ലോ, ഫോളോ ചെയ്യണ്ടല്ലോ ഓൾറെഡി. അപ്പൊ എന്താ ചെയ്യാ, ഈ 3 പേജൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കൂടെ നിൽക്കുക. അപ്പോൾ നമ്മുടെ ഡെയിലി അപ്ഡേഷന് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ടയോട്ടന്റെ കളക്ഷൻസ് ആണ് മെയിൻ ഹൈലൈറ്റ്. ഇതിപ്പോ നമ്മൾ ക്രിസ്റ്റ മാത്രം ചെയ്തത്. ഇതേപോലെ നമ്മളടുത്ത് ഫോർച്യൂണർ ഉണ്ട്, ഇതേപോലെ നമുക്ക് ഇന്നോവ ഉണ്ട്. അടുത്ത നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ വൈകാതെ ഉണ്ടാവും. അപ്പൊ വെയിറ്റ് ചെയ്തോളി. അപ്പൊ ലൊക്കേഷൻ കാര്യങ്ങൾ നമ്മളൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യേണ്ടത് കഴിഞ്ഞ നമ്മള് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. അപ്പൊ കൂടിക്കോളി, ഫോളോ ചെയ്തോളി. നമ്മളൊരു വണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പൊ പറയുന്നില്ല വണ്ടി അതാണ്, ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഫ്രണ്ട്സുകളോട് പറഞ്ഞോളി. മോട്ടോർ വേയിൽ ഉടനെ നമുക്കൊരു അടിപൊളി ഗിവ് അവേ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് ഈ പറഞ്ഞ, അതായത് ഫോണോ അല്ലെങ്കിൽ വേറെ എന്താ ചെറിയ ഗിഫ്റ്റ് ഒന്നല്ല, നമ്മൊരു വണ്ടിയാണ് കൊടുക്കുക ഗിവ് അവേ. ഓക്കെ. അപ്പൊ വെയിറ്റ് ചെയ്തോളി, ഫോളോ ചെയ്തോ. അർഹതപ്പെട്ട ആൾക്കാർക്ക് കിട്ടട്ടെ. അതാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. ഇസ്മി റിയാസ് ആൻഡ് നവാസ്ക സൈനിങ് ഓഫ്.